പിണറായി സർക്കാരിന്റെ വികസന തുടർച്ചാവാദങ്ങൾക്കിടെ പഴകിയ കെട്ടിടം തകർന്നു വീണ് കോഴിക്കോട് വലിയങ്ങാടിയിൽ 4 തൊഴിലാളികൾ കൊല്ലപ്പെട്ട ദിവസമാണിന്ന്. നവകേരള നിർമ്മിതിക്കുള്ള തുടർ പരിപാടികളിൽ തുടർച്ചയില്ലെങ്കിൽ വളർച്ചയില്ല എന്ന് പേർത്തും പറഞ്ഞു വെക്കുകയാണ് പിണറായി ടീം. പിണറായി ടീം എന്നാൽ അതങ്ങനെ പണം കൊടുത്ത് പടർന്നു പന്തലിച്ചു കിടക്കുന്ന സംവിധാനമാണ്. PRD എന്ന പരമ്പരാഗത സർക്കാർ സംവിധാനത്തിനുമപ്പുറം സ്വന്തമായി വെച്ചും ഏജൻസികളെ ഏൽപ്പിച്ചും ഇൻഫ്ലുവൻസർമാരെ വെച്ചും ലക്ഷങ്ങൾ ചെലവഴിച്ചുള്ള പണിയാണ്. ഇതിൽ കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാരിനോട് എന്തെങ്കിലും സാദൃശ്യം തോന്നിയാൽ അത് യാദൃശ്ചികമല്ല. 2031 വരെയുള്ള വികസനം ലക്ഷ്യമിട്ട് പിണറായി സർവേ നീങ്ങുമ്പോൾ മോദിക്കത് 2047 വികസിത് ഭാരതാണ്. അവിടെയും വികസനവും തുടർച്ചയുമാണ്. മോദിയെക്കുറിച്ചുള്ള പാഠങ്ങൾ ഗുജറാത്ത്, രാജസ്ഥാൻ, UP, മഹാരാഷ്ട്ര പാഠപുസ്തകങ്ങളിൽ വരുമ്പോൾ പിണറായി സർക്കാരിനത് സ്കോളർഷിപ്പ് പേരുമാറ്റമാണ്. CM കിഡ്സ് സ്കോളർഷിപ്പ് എന്ന പേരിൽ എല്ലാത്തിനും പിണറായി എന്നും LDF എന്നും ഉത്തരം കിട്ടുന്ന പ്രത്യേക ചോദ്യങ്ങളെന്ന പ്രത്യേകതയുണ്ട്. ആഗോള അയ്യപ്പ സംഗമത്തിൽ അയ്യപ്പനേക്കാൾ വലുപ്പത്തിൽ വന്ന മുഖ്യമന്ത്രിയുടെ പടത്തിൽ തുടങ്ങി പേരു പറഞ്ഞ ക്ഷേമനിധി പെൻഷൻകാർക്കും സർക്കാർ ജീവനക്കാർക്കും വന്ന മുഖ്യമന്ത്രിയുടെ സന്ദേശത്തിൽ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ. ഖജനാവിൽ നിന്നും 20 കോടിയെടുത്ത് നടത്തിയ നവകേരള സർവേ ഹൈക്കോടതി റദ്ദാക്കിയെങ്കിലും സുപ്രീം കോടതി കനിയുമെന്ന പ്രതീക്ഷയിലാണ് തുടർച്ചാവാദികൾ. കടക്ക് പുറത്തിലും ഇരുണ്ടയുഗത്തിലും നടക്കുന്ന പോര് എവിടെ എത്തി നിൽക്കുമെന്ന് പറയാറായിട്ടില്ല. PR വഴി തുടരാനോ എന്നതാണ് ചോദ്യം.